ഡേ ഇൻ മൈ ലൈഫ് നിങ്ങളെ കാണിക്കാന്ന് കരുതി രാവിലെ ഞാൻ പ്രാർത്ഥനയോട് കൂടി തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. ഞാൻ എണീറ്റ വീട്ടിലുള്ളവരെല്ലാവരും എണീപ്പിക്കും കേട്ടോ. എല്ലാവരും എണീപ്പിച്ച് ഞാൻ മുറ്റത്ത് കൂടെ ഒന്ന് നടക്കാൻ ഇറങ്ങും. എന്തൊക്കെ ഉണ്ടായെന്ന് അറിയണ്ടേ. അതിനുശേഷം പിന്നെ ഏട്ടനെ കുളിപ്പിക്കാൻ വരും കേട്ടോ. അങ്ങനെ ഞാനൊന്ന് സുന്ദരനാവാന്ന് കരുതി കുളിച്ചിട്ട് കുളി കഴിഞ്ഞാൽ പിന്നെ ഉറക്കം നിർബന്ധ. അപ്പൊ ഒരു ഉറക്കം പാസ്സാക്കാന്ന് കരുതി ഞാനൊന്ന് കുറച്ചു നേരം മയങ്ങ കേട്ടോ. അപ്പോഴാണ് എൻ്റെ വീടിന്റെ പടിക്കല് വേറൊരു നായ വന്നത്. ഞാൻ സഹിക്കോ? അപ്പൊ അവനെ ഒഴിവാക്കി. ഞാൻ ഒതുങ്ങിയിരുന്ന ഏട്ടൻ ഒതുങ്ങിയിരിക്കില്ല, ഇങ്ങനെ വികൃതി അടിച്ചോണ്ടിരിക്കും. പിന്നെ കുറച്ചു നേരം വ്യായാമം ചെയ്യാന്ന് കരുതി ഏട്ടന്റെ കൂടെ കുറച്ച് വ്യായാമം ആരോഗ്യത്തിന് നല്ലതാണല്ലോ. അപ്പൊ അങ്ങനെ ചെയ്തു. പിന്നെ ഞാൻ ഉറക്കം തന്നെയാണ് കേട്ടോ. പിന്നെ എന്തൊക്കെ ഇപ്പൊ ആലോചിക്കേണ്ടതെന്നുള്ള ഒരു ആലോചനയിലായിരുന്നു ഞാൻ. ഒന്നും ഒരു എത്തും പിടിയും കിട്ടാതെ കുറെ നേരം എന്തൊക്കെയോ ആലോചിച്ചിരുന്നു. പക്ഷെ എന്താ ആലോചിക്കേണ്ടതെന്നുള്ളൊരു കാര്യം ഇതുവരെ മനസ്സിലാവാനില്ല. അപ്പോഴാണ് ഞാൻ രാവിലത്തെ പൂരി കഴിച്ചിട്ടില്ല എന്ന് ഓർമ്മ വന്നത്. അപ്പൊ ഞാൻ പൂരി ആവശ്യപ്പെട്ടു കേട്ടോ. ഇന്ന് പൂരി മസാലയാണ് ഇവിടെ. അപ്പൊ പിന്നെ എനിക്ക് എന്താ കഴിച്ചൂടെ? അങ്ങനെ ഞാൻ കുറച്ച് പൂരി മസാലയൊക്കെ വാങ്ങിയിട്ട് അത് കഴിക്കാൻ നോക്കി. എന്നെ കുളിച്ചാലും മണ്ണ് കിടന്ന് കളിച്ചുകൊണ്ട് തന്നെ ഭയങ്കര ചൊറിച്ചിലാണ്, ഭയങ്കര പ്രശ്നമാണ് ചൊറിച്ചിൽ. അങ്ങനെ പിന്നെ ചെടികളൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചോ നോക്കി. അതിനിടയ്ക്ക് രണ്ട് പുല്ലും കണ്ടു. അപ്പൊ അതൊക്കെ ഒന്ന് കടിച്ചു മുറിച്ചിടാന്ന് കരുതി, ഒരു സഹായം ആവട്ടെ എന്ന് കരുതി വീട്ടുകാർക്ക്. കാശിത്തുമ്പൊക്കെ പൂവിട്ടോ നോക്കാനിട്ട് ഞാൻ. പക്ഷെ പൂവൊക്കെ ഇടുന്നേ. അതൊന്നും പിന്നെ ഞാൻ കടിച്ച് കേടുവരുത്താറില്ല കേട്ടോ. ഉച്ചയ്ക്ക് ചോറ് നിർബന്ധ. ഏട്ടൻ വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് ഏട്ടൻ തന്നെ വാരി തരണം. അതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല. ഏട്ടൻ വാരി തന്നു കഴിഞ്ഞാൽ ഞാനിങ്ങനെ കഴിക്കും. അതൊരു നിർബന്ധമുള്ള കാര്യമാണ്. ഊണ് കഴിച്ചാൽ പിന്നെ കുറച്ചു നേരം നടക്കണല്ലോ, നമ്മുടെ ശരീരമൊക്കെ ഒന്ന് ശരിയാവണ്ടേ. അപ്പൊ ഞാൻ കുറച്ചു നേരം നടക്കാന്ന് കരുതി. ആരെല്ലാമോ വഴി കൂടെ പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് വയ്യാന്ന് നോക്കാൻ, ഭയങ്കര വെയിലായതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് നോക്കാം. വേണ്ട, അല്ലെങ്കിൽ പോവാ, അകത്തേക്ക് തന്നെ പോവാ. എന്താ ഈ വെയിലൊന്നും സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇവളിവിടെ എന്തൊക്കെയോ എഴുതി കൊണ്ടുവന്നുണ്ടെന്ന് അതൊന്ന് നോക്കിയിരിക്കാന്ന് കരുതി. നോക്കിയിരുന്നപ്പോ ബുക്കിലേക്ക് നോക്കിയപ്പോ കണ്ണടഞ്ഞു പോവാണ്. ബുക്കിക്ക് നോക്കി എന്താണെന്നറിയില്ല, കണ്ണങ്ങടെ അടഞ്ഞു പോവില്ല. ഉറങ്ങുകയാണെങ്കിൽ ഇവളെന്റെ വീഡിയോ എടുക്കാന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ എന്റെ വീഡിയോ എടുത്തിട്ട് അവളെ ഏട്ടനെ അയച്ചു കൊടുക്കാനാണെന്നുള്ള കാര്യം എനിക്കറിയാം. എന്നാലും പക്ഷെ ഉറക്കം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാ? ഉറങ്ങന്നെ. ഉറക്കം കഴിഞ്ഞപ്പോ ഏട്ടൻ എങ്ങടോ എന്നെ നടക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങോട്ട് നടക്കാൻ പോവാന്ന് കരുതി. കുറെ ദിവസമായി പുറത്തേക്കൊക്കെ ഒന്ന് പോയിട്ട്. അപ്പൊ എൻ്റെ ഒരു വൺ ഡേ ട്രിപ്പ് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ അങ്ങനെ ഏട്ടൻ്റെയും അവരുടെയും കൂടെ ഞാൻ പോവുകയാണ്. കുറെ ദിവസമായി ഇങ്ങനെ ഒരു ട്രിപ്പ് പോയിട്ട്. അപ്പൊ എവിടെ എന്തൊക്കെ കാര്യങ്ങളെന്നൊക്കെ ഞാൻ അന്വേഷിച്ചിട്ട് തന്നെ നടക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവർ എങ്ങടാണ് എന്നെ കൊണ്ടുപോകുന്നത്. ഞാൻ ഈ വഴി ഇടയ്ക്കൊക്കെ വരാറുണ്ട് വീടൊക്കെ കൂടെ. എന്നെ കണ്ടുപിടിച്ച് തെരഞ്ഞു പിടിച്ച് ഞാൻ പോവുകയാണ്. ഇത് കൂടെ ഒക്കെ നിറയെ വീടുകളൊക്കെ ഉണ്ട്. അവരുടെ മുന്നിലൊക്കെ ഒന്ന് ഷോ കാണിച്ചിട്ട് ഞാൻ പോകുന്നത്. എന്നെ കാണുമ്പോൾ അവരെല്ലാവരും മാറി നിൽക്കുന്നൊക്കെ ഉണ്ട്. എൻ്റെ ഒരു ഷോ അതന്നെ. പോകുന്ന വഴിയിലൊക്കെ എന്നെ പോലുള്ളവർ പലരും ഉണ്ട്. പക്ഷേ ഞാൻ അവരോടൊന്നും മൈൻഡ് ചെയ്യാണ്ട് പോവാണ്. എന്നെ കാണുമ്പോൾ അവർ കുറയ്ക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കതൊന്നും ഒരു വിഷയമല്ല. പുഴയിലേക്കാണ് പോകുന്നത് മനസ്സിലായി. വഴിയൊക്കെ എനിക്കറിയാം. എന്നാലും ഞാനിവരെ കാത്തു നിൽക്കും. എനിക്ക് പേടിണ്ടായിട്ടല്ല കേട്ടോ, അവർക്ക് പേടിണ്ടായിട്ട്. അവർ പേടിക്കണ്ടെന്ന് കരുതിട്ട് കാത്തു നിൽക്കുന്നതാണ്. ഇവ എന്നേക്കാ മുന്നേ ഓടാൻ നോക്കും. ഞാൻ വിട്ടുകൊടുക്കില്ല. എനിക്കറിയുന്ന വഴി എൻ്റെ നാട്. പിന്നെ ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കുക? ഞാനപ്പോൾ ഇത് കൂടെ ഒക്കെ ഒന്ന് കറങ്ങി നടന്നിട്ട് ഇവിടെ ഇങ്ങനെ പുല്ലൊക്കെ വന്നതൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നെല്ല് പോയതെന്ന് കരുതിയിട്ട് അവർ പാടത്തു കൂടെ നടക്കുന്നു കേട്ടോ. ഞാനെന്നും നേർവഴി തന്നെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ വരമ്പത്ത് കൂടെ നടക്കുന്നത്. അപ്പൊ അവരെയും വല്ല വരമ്പത്തേക്ക് കയറ്റാനുള്ള ഒരു ഐഡിയ ആയിരുന്നു കേട്ടോ അത്. വേഗം എത്തണമില്ലല്ലോ ഇത് പുഴയിലേക്ക്. പുഴയെ കാണാനായിട്ട് ഭയങ്കര ആവേശമായിരുന്നു എനിക്ക് കേട്ടോ. പിന്നെ ഇവരെന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. കാരണം ബാക്കിയുള്ള ആളുകളൊക്കെ എന്നെ കാണുമ്പോൾ അവർക്ക് പേടിക്കണ്ടെന്ന് കരുതിയിട്ട് അവരെന്നെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. നമ്മൾ ഏകദേശം പുഴയിലേക്ക് എത്താനായി. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഈ പച്ചപ്പും പുല്ലും ഒന്നും ഞാൻ കണ്ടിട്ട് കുറേ ദിവസമായി ഈ പാടത്ത് പോയിട്ട്. അപ്പോൾ വഴി തെറ്റിയിട്ട് എന്നെ വഴിയിലേക്ക് മാറ്റാൻ കേട്ടോ. ഞാൻ വന്ന വഴി മറന്നിറക്കാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു ഇടവഴി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിട്ടോ. അങ്ങനെ നമ്മൾ എവിടെ എത്തി ഗൈസ്? നമ്മുടെ പുഴയിലെത്തി. ഇനിയാണ് വെള്ളത്തൂടെ ഒരു തുള്ളിച്ചാട്ടം. വെള്ളമൊന്നും കാണാനില്ലല്ലോ അടുത്തെങ്ങും. വെള്ളമൊക്കെ വറ്റിയോ? പുഴയിലൊന്നും വെള്ളം കാണുന്നില്ല. അതിന് കുറച്ചുകൂടെ ദൂരത്തേക്കാണ്ട് ഓടി നോക്കാന്ന് കരുതിയിട്ട് ഞാനത് ഓടി. ഇവർ പിന്നാലെ വരുന്നുണ്ടെന്ന് ഞാൻ നോക്കൂട്ടോ ഇടയ്ക്കിടയ്ക്ക്. അവർക്ക് പേടിക്കണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പൊ ആരാരെ മീതെന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ തന്നെ ഫസ്റ്റ് എത്തുന്നുള്ള വാശി തന്നെയായിരുന്നു എനിക്ക്. പക്ഷെ എനിക്ക് വെള്ളം കണ്ടപ്പോൾ എന്താ ഒരു പേടി തോന്നിട്ട് ഞാൻ പിന്നെ ഇവരുടെ പിന്നിക്കണം നിന്നു. എന്നാലും ഞാൻ പോയിട്ടോ. അങ്ങനെ പേടിക്കാനൊന്നും പറ്റില്ലല്ലോ. കഴിഞ്ഞ തവണ ഞാനിവിടെ കൂടെ വന്നപ്പോൾ ഭയങ്കര വെള്ളമായിരുന്നല്ലോ. ഇവിടുത്തെ വെള്ളമൊക്കെ എവിടെയെന്നുള്ളപ്പോൾ ഞാൻ ആലോചിച്ചിങ്ങനെ നടക്കുകയാണ്. മീനൊന്നും കാണാനൊന്നുമില്ല. മീൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പിന്നാലെ ഓടാനാണ് കേട്ടോ. പേടിച്ചിട്ടൊക്കെ അല്ല കേട്ടോ. വെള്ളം കണ്ടപ്പോൾ തണുപ്പുണ്ടോ എന്നൊരു സംശയം. അങ്ങനെ നിന്നാ തണുപ്പൊന്നുമില്ല, നല്ല സുഖമുണ്ട് കേട്ടോ. പക്ഷെ ഇവരാരും എൻ്റെ കൂടെ വരുന്നില്ലല്ലോ. എന്നാലും ഞാനൊന്ന് നീന്താൻ പോവാന്ന് കരുതി. അപ്പോഴാണ് ഞാൻ എൻ്റെ സ്വഭാവം എടുത്ത് നായ നടുക്കടത്ത് എന്നാലും നക്കി കുടിക്കുന്നുള്ളത്. അപ്പം നക്കി കുടിക്കാന്ന് കരുതി. പിന്നെ ഒരു ഗുമ്മില്ല കളിക്കാനൊന്നും വെള്ളത്തിൽ.
അപ്പോൾ ഞാൻ ഒളിച്ച് നിൽക്കുകയാണ് ഇവർ കാണാണ്ട് കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും കൂടെ കളിക്കുമ്പോൾ പിന്നെ എനിക്കൊരു സമാധാനമില്ല. എന്നാൽ പിന്നെ ഞാനും പോയി കളിക്കാമെന്ന് കരുതിയിട്ട് ഞാൻ വീണ്ടും പുഴയിലേക്ക് ഇറങ്ങാൻ കേട്ടോ. നല്ല ചൂടുള്ള നല്ല സുഖമുള്ള വെള്ളമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തണുപ്പൊന്നും അനുഭവിച്ചറിഞ്ഞില്ല. ഞാൻ ഇനി എൻ്റെ കുറച്ച് പുഴയിലെ വീഡിയോസ് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. സുന്ദരിയായിട്ട് ഞാൻ വീണ്ടും വീട്ടിലേക്ക് പോവാണ് കേട്ടോ. നല്ല സുഖമുണ്ട് കുളിച്ചപ്പോൾ. നല്ല ഭംഗി വെച്ച് ഞാൻ തോന്നൂലേ, നല്ല വെളുത്ത് സുന്ദരി പെണ്ണായി മാറി. അവിടെ കൂടെ കുറേ പൂക്കളൊക്കെ നിൽക്കുന്നത് കേട്ടോ. എനിക്ക് പോവാൻ മനസ്സൊന്നുമില്ല, പക്ഷെ എന്നാലും ഇവരെന്നെ കൊണ്ടുപോവാണ് കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ആളുകളൊക്കെ എന്നെ ഭയങ്കര കൗതുകത്തോടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഗമൊക്കെ കാണിക്കാമെന്ന് കരുതി അങ്ങോട്ട് പോയി. അപ്പം എന്താ നോക്കുമ്പോൾ വഴി തെറ്റിയിരിക്കുകയാണ് കേട്ടോ എനിക്ക്. അങ്ങനെ ഞാൻ ഇവരുടെ കൂടെ ഇങ്ങനെ നടന്ന് ഓടിച്ചാടി വരികയാണേ. പിന്നെ എനിക്ക് ഓടാൻ അറിയുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ പിന്നാലെ ഓടിയെത്തും. വീട്ടിലെത്തി. അങ്ങനെ കുറച്ച് നേരം ഇനി സമാധാനമായിട്ടൊന്ന് കിടക്കണം എന്ന് കരുതി. അതിന് കുറച്ച് നേരം ഞാൻ ഉറങ്ങിയപ്പോഴാണ് കുറേ പട്ടികളും നായ്ക്കളൊക്കെ ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കുന്നത്. എന്നെ ഒന്നും ഉറങ്ങാൻ സമ്മതിക്കില്ല ഇവർ ശല്യപ്പെടുത്തിക്കൊണ്ട്. അപ്പം ആ സൗണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കുറച്ച് നേരം അവരുടെ ബഹളം